ബൾഗേറിയൻ ജ്യോതിഷി ബാബ വങ്ക പ്രവചനങ്ങളുടെ പേരിൽ ഏറെ പ്രശസ്തയാണ്. വാങ്കലിയ പാന്തേവ എന്നാണ് ബാബ വങ്കയുടെ യഥാർത്ഥ പേര്. 1996 85-ാം വയസ്സിലായിരുന്നു ബാബ വങ്കയുടെ വിയോഗം. എന്നാൽ മരിച്ചിട്ട് 30 കൊല്ലത്തോളം ആവാറായെങ്കിലും ഇപ്പോഴും അവരുടെ പ്രവചനങ്ങൾ ഏറെ പ്രശസ്തമാണ്. ബാബ വങ്ക നടത്തിയ പ്രവചനങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായത് ലോകാവസാനം സംബന്ധിച്ചുള്ളതാണ്. ബൾഗേറിയൻ നിഗൂഢ സന്യാസിനി ബാബ വങ്കയുടെ വിവിധ പ്രവചനങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇതിനോടകം സംഭവിച്ചതായാണ് കരുതപ്പെടുന്നത്. ബാബ വങ്കയുടെ പ്രവചനങ്ങൾ സംബന്ധിച്ച ചർച്ചകളും അഭ്യൂഹങ്ങളും തുടരുകയാണ്. അവർ വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ച പല കാര്യങ്ങളും ഇപ്പോഴും സത്യമായി വരുന്നുണ്ട്. നോസ്ട്രഡാമസ് ഓഫ് ബാൽക്കൻസ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. 12-ാം വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ടതാണ് ബാബ വങ്കയ്ക്ക്. അതിനുശേഷം ഭാവിയിലെ ഓരോ കാര്യങ്ങളും പ്രവചിക്കാനുള്ള കഴിവ് തനിക്ക് ലഭിച്ചു എന്നാണ് ബാബ വങ്ക വെളിപ്പെടുത്തിയിരുന്നത്. സെപ്റ്റംബർ 11 ഭീകരാക്രമണം ബാബ വങ്ക വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിരുന്നു. 2 വിമാനങ്ങൾ കെട്ടിടത്ത് വന്നിടിക്കുമെന്നും നിരപരാധികളുടെ രക്തം ചീന്തുമെന്നാണ് ബാബ വങ്ക പ്രവചിച്ചത്. ഈ പ്രവചനം കൃത്യമായതോടെ നിരവധി ആരാധകരാണ് ബാബ വങ്കയ്ക്കുണ്ടായത്. കൂടാതെ ഡയാന രാജകുമാരിയുടെ മരണം, ചെർണോബിൽ ദുരന്തം, ബ്രേക്കിറ്റ് എന്നിവ വാങ്ക പ്രവചിച്ചിരിക്കുന്നതായാണ് കരുതപ്പെടുന്നത്. എന്നാൽ 2025 മുതൽ സംഭവിക്കുമെന്ന് പറയുന്ന ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ ഏറെ പ്രശസ്തമാണ്. 5079 വരെ പ്രവചനങ്ങൾ ബാബ വാങ്ക നടത്തിയിരിക്കുന്നത്. 5079 ലോകാവസാനം ഉണ്ടാവുമെന്നാണ് ബാബ വാങ്കയുടെ പ്രവചനം. ബഹിരാകാശത്ത് നിന്ന് വലിയ ദുരന്തം എത്തുമെന്നും അത് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തായിരിക്കുമെന്നും ലോകാവസാനം അങ്ങനെ സംഭവിക്കുമെന്നുമാണ് ബാബ വാങ്ക പറയുന്നത്. 2025 വലിയൊരു ദുരന്തമുണ്ടാകുമെന്നാണ് ജ്യോതിഷി പ്രവചിക്കുന്നത്. യൂറോപ്പിൽ വലിയ സംഘർഷം ഉണ്ടാവും. അത് മഹായുദ്ധത്തിലേക്ക് വഴിമാറും. ഇതിലൂടെ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ജനസംഖ്യ ഗണ്യമായി കുറയുമെന്നാണ് മുന്നറിയിപ്പ്. 2028 മനുഷ്യൻ ശുക്രനിലെത്തുമെന്നും ബാബ വാങ്ക പ്രവചിക്കുന്നു. പുതിയ തരം ഊർജത്തെ കണ്ടുപിടിക്കാനായിട്ടാണ് മനുഷ്യൻ ശുക്രനിലെത്തുന്നത്. 5 വർഷം കഴിഞ്ഞ് 2033 ഭൂമിയിലെ മഞ്ഞുപാളികൾ ഉരുകാൻ തുടങ്ങും. ഇതേ തുടർന്ന് സമുദ്രനിരപ്പ് ഉയരാൻ തുടങ്ങും. അതേസമയം 2076 കമ്മ്യൂണിസം ലോകം മുഴുവൻ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ തിരിച്ചെത്തുമെന്ന് ബാബ വാങ്ക പ്രവചിക്കുന്നു. ഇതെല്ലാം നടക്കുമെന്ന സൂചന ഇപ്പോഴേ നൽകുന്നുണ്ട്. യൂറോപ്പിലും പശ്ചിമേഷ്യയിലുമായി ഇപ്പോൾ പലതരം സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. ഇത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും. യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്നു. US യുക്രൈനെ സഹായിക്കുന്നുമുണ്ട്. അതുപോലെ റഷ്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ നാറ്റോയിൽ അംഗത്വത്തിന് ശ്രമിക്കുന്നു. ഇത് റഷ്യയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങൾ റഷ്യ ആക്രമിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. 2130 മനുഷ്യർ അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെടും. 2170 ആഗോള വ്യാപകമായി വലിയ വരൾച്ചയുണ്ടാവും. ചൊവ്വയിൽ 3005 യുദ്ധമുണ്ടാവും. 3797 ഭൂമിയാകെ തകരും. മനുഷ്യർ സൗരയുദ്ധത്തിലെ മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകുമെന്ന് ബാബ വാങ്ക പ്രവചിച്ചിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റിന് നേർക്ക് അദ്ദേഹത്തിന്റെ അനുയായിയിൽ നിന്ന് വധശ്രമം ഉണ്ടാകും. യൂറോപ്പിൽ ഭീകരാക്രമണം വർദ്ധിക്കും. ഒരു വലിയ രാഷ്ട്രം അവരുടെ പക്കലുള്ള ജൈവായുധങ്ങളെ പരീക്ഷണം നടത്തുകയോ അവ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തുകയോ ചെയ്യും. വൻ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുമെന്ന പ്രവചനമാണ് മറ്റൊന്ന്. മാന്ദ്യം ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ ഏറെ പ്രതികൂലമായി ബാധിക്കും. വർദ്ധിക്കുന്ന കടക്കണിയും രാഷ്ട്രങ്ങൾക്കിടയിലെ സംഘർഷങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണങ്ങളാകും. ഗുരുതരമായ രീതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങളും 2024 സംഭവിക്കും. സൈബർ ആക്രമണങ്ങൾ വർദ്ധിക്കും. വൈദ്യുതി നിലയങ്ങളും ജലശുദ്ധീകരണശാലകളും ആക്രമണ ലക്ഷ്യങ്ങളാകും. രാഷ്ട്രങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകും എന്നിവയെല്ലാം ബാബയുടെ പ്രവചനങ്ങളാണ്.